നമസ്കാരം, മനേഷ് കുമാർ തൃപ്പൂണിത്തുറ MQസിൻ്റെ മോർണിംഗ് ലൈവ് സെക്ഷൻ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഓക്കെ, ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു കസ്റ്റമൈസ്ഡ് ചാർട്ടാണ്. 1 ഇയർ ആയിട്ട് ഫോളോ ചെയ്യുന്ന ഒരു സ്ട്രാറ്റജിയാണ്. അപ്പോൾ ഈ വീഡിയോ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ പ്രീവിയസ് ആയിട്ടുള്ള കുറച്ച് വീഡിയോസ് കൂടെ കാണാനായിട്ട് ശ്രമിക്കുക. പബ്ലിക് ടെലഗ്രാം ചാനലുണ്ട്, ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. അതൊക്കെ ഒന്ന് മൊത്തത്തിലൊന്ന് സെർച്ച് ചെയ്തിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഈ ഒരു ചാർട്ടിൻ്റെ ഒരു ബേസിക് ഇൻഫർമേഷൻ വീഡിയോ ഞാൻ ഐ ബട്ടണിൽ ഇവിടെ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ആ വീഡിയോ കാണാം. ആ വീഡിയോ കണ്ടിട്ട് അതിൽ പറയുന്ന കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്യാം. എന്നിട്ട് സാറ്റിസ്ഫൈഡ് ആണ് നിങ്ങളുടെ ഈ ഒരു ചാർട്ട് നിങ്ങൾക്ക് റീഡ് ചെയ്യാൻ പഠിക്കണം, അല്ലെങ്കിൽ അങ്ങനെ ഒരു ആഗ്രഹം, അല്ലെങ്കിൽ ഇത് പഠിച്ചാൽ നിങ്ങൾക്ക് എന്തെങ്കിലും ബെനിഫിറ്റ് ഉണ്ടെന്നുള്ള പൂർണ്ണ ബോധ്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ നേരിട്ട് വിളിക്കാം. പറഞ്ഞ പോലെ നമ്പറൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. പക്ഷേ അതൊരു തീരുമാനം എടുത്തിട്ടായിരിക്കണമെന്നേ ഉള്ളൂ. ജസ്റ്റ് ഒരു നേരം പോക്കിന് വേണ്ടി വിളിക്കാതിരിക്കുക. മൊത്തത്തിൽ എന്നെ ഒന്ന് അനലൈസ് ചെയ്യുക. പബ്ലിക് ടെലഗ്രാം ചാനൽ 2023 മുതലുള്ള ഡീറ്റെയിൽസ് ഉണ്ട്. യൂട്യൂബിൻ്റെ പ്ലേലിസ്റ്റിൽ നിരവധി ലൈവ് വീഡിയോസ് അവൈലബിൾ ആണ്. ഞാൻ ഒരിക്കലും ഒരു ട്രേഡിംഗ് പഠിപ്പിക്കുന്ന വ്യക്തിയല്ല. ഞാൻ യൂസ് ചെയ്യുന്ന ഒരു ചാർട്ട്, ഒരു കസ്റ്റമൈസ്ഡ് ചാർട്ട് റീഡ് ചെയ്യാനായിട്ടാണ് മെജോറിറ്റി പഠിപ്പിക്കുന്നത്. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ആ ബെല്ലൈക്കണും കൂടെ അമർത്തുക. പിന്നെ അതുകൂടാതെ നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി, അതേപോലെ തന്നെ സ്വിംഗ് ട്രേഡിന്, ഫോറക്സ്, ക്രിപ്റ്റോ, കൊമോഡിറ്റി സെഗ്മെൻറ്റിലൊക്കെ ഈ ചാർട്ട് യൂസ് ചെയ്ത് നമുക്ക് ഈസി ആയിട്ടൊരു എൻട്രി എക്സിറ്റ് അനലൈസ് ചെയ്യാനും ലോസ് കുറക്കാനും വേണ്ടിയിട്ടാണ് മെജോറിറ്റി ചാർട്ട് യൂസ് ചെയ്യുന്നത്. അതുകൂടാതെ തന്നെ നിഫ്റ്റിയുടെ ലൈവ് മോർണിംഗിൽ വ്യൂ ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഒരു റൂമിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് നേരിട്ട് വിളിക്കാം. ഒരു കണ്ടീഷനുള്ളൂ, അതിൽ കോളും ഡിപ്പ് നിങ്ങളിവിടെ നിന്ന് എടുത്തോ നിങ്ങളിവിടെ വിറ്റോ എന്നുള്ള വാക്ക് പറയില്ല. അവിടെ ഒരു സപ്പോർട്ടിങ് ആണ് ചെയ്യുന്നത്, ഒരു അനലൈസിങ് ആണ്. അപ്പോൾ നിങ്ങൾ ചിന്തിച്ച് പ്രവർത്തിച്ച് എടുക്കാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ കൂടുതൽ ബെറ്ററാണ്. അതനുസരിച്ചിട്ട് വേണം പ്ലാൻ ചെയ്ത് ലൈവിലേക്ക് വരാനായിട്ട്. അപ്പോൾ എന്താണെങ്കിലും, ഇപ്പോൾ പഠിക്കാനാണെങ്കിലും അതേപോലെ തന്നെ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ സംസാരിക്കാനാണെങ്കിലും നേരിട്ട് വിളിക്കുക. ഫോണിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മെസ്സേജ് അയച്ച് അതിനുള്ള ഉത്തരങ്ങൾ ഒരു പരിധി കൂടുതലൊന്നും എൻ്റെ ഭാഗത്തുനിന്ന് പ്രതീക്ഷിക്കരുത്. നേരിട്ട് പരിചയപ്പെടാതെ എന്താണെങ്കിലും പഠിപ്പിക്കുകയോ, ഇപ്പോൾ നിങ്ങളിപ്പോൾ എനിക്ക് പഠിച്ചേ പറ്റുള്ളൂ, ഞാൻ ഓക്കെ ആണെന്ന് പറഞ്ഞ് മെസ്സേജ് അയച്ചിട്ടോ കാര്യമില്ല. നേരിട്ട് സംസാരിച്ച് പരിചയപ്പെടാതെ ഒരു കാരണവശാലും ഒരു റൂമിലേക്കും അസപ്ഷൻസ് ഇല്ല. എനിവേ, സമയം 9:06 നമുക്ക് നമ്മുടെ ലൈവിലേക്ക് പോകാം. അപ്പോൾ വീഡിയോ മുഴുവനായിട്ടൊന്ന് കാണാനായിട്ട് ശ്രമിക്കുക. ട്രേഡിനെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്ന ആളുകളാണെങ്കിൽ വീഡിയോ മുഴുവനായിട്ട് കാണാനായിട്ട് ശ്രമിക്കുക. നാനോ ടെക്നോളജീൻ്റെ പുറകെ പോകുന്നത് കൊണ്ടാണ് എല്ലാവർക്കും ലോസ് വരുന്നത്. അതേപോലെ തന്നെ ഓപ്ഷൻ ട്രേഡിലേക്ക് വരുന്ന ആൾക്കാർ വ്യക്തമായിട്ടുള്ള അറിവ് ക്രിയേറ്റ് ചെയ്യാതെ ട്രേഡിങ്ങിലേക്ക് വരരുത് എന്നുള്ള റിക്വസ്റ്റ് കൂടെ ഉണ്ട്. ഒരു 3 തൊട്ട് 6 മാസം വരെ നല്ല രീതിയിൽ കുറേ അനലൈസൊക്കെ ചെയ്തതിന് ശേഷം മാത്രം ഇൻവെസ്റ്റ് ചെയ്യുക. നേരെ ഇൻവെസ്റ്റ് ചെയ്ത് പഠിക്കാൻ നിന്ന് കഴിഞ്ഞാൽ അടവടലെ പൂട്ടിപ്പോകുന്നതാണ്. അപ്പോൾ അതൊരു റിക്വസ്റ്റാണ്. ഒരുപാട് ആളുകൾ ചുമ്മാ കുറേ ഫണ്ട് അറേഞ്ച് ചെയ്തിട്ട് ട്രേഡിങ്ങിലേക്ക് വരുന്നുണ്ട്. സ്വിംഗ് ട്രേഡിനൊന്നും അത് വിഷയമില്ല, പോയാലും തിരിച്ചു വരും. പക്ഷേ ഓപ്ഷൻ ട്രേഡ് ഭയങ്കര ഡേഞ്ചറസ് ആയിട്ടുള്ള മേഖലയാണ്. വ്യക്തമായിട്ടുള്ള ഒരു കാൽക്കുലേഷൻ, അതിൻ്റെ സ്വഭാവമേ വേറെയാണ്. മറ്റുള്ള സ്റ്റോക്ക് സ്വിംഗ് ഒക്കെ ചെയ്യുന്നതിന് വെച്ചിട്ട് നോക്കുമ്പോൾ സ്വഭാവമേ വേറെയാണ്. അപ്പം അത് മനസ്സിലാക്കിയിട്ട് ദയവ് ചെയ്ത് ട്രേഡിങ്ങിലേക്ക് വരാനായിട്ട് എല്ലാവരും ശ്രമിക്കുക എന്നുള്ള ഒരു റിക്വസ്റ്റോടു കൂടി നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സമയം 9:08 നമുക്ക് നമ്മുടെ അനലൈസിങ്ങിലേക്ക് കിടക്കാം. അപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു ബ്രേക്കപ്പ് ഒക്കെ ഉണ്ടായത് പ്രീവിയസ് ആയിട്ടുള്ള ഹൈ ഒക്കെ ബ്രേക്ക് ചെയ്തിട്ടാണ് മാർക്കറ്റ് നല്ല രീതിയിൽ പൊക്കത്തേക്ക് പോയത്. 22,951 പക്ഷേ 29,300 വരെയൊക്കെ എന്തോ 23 വരെയൊക്കെ പോയിട്ടുണ്ടെന്ന് തോന്നുന്നു. എനിവേ, മാർക്കറ്റ് ഇന്ന് ഓൾറെഡി മാർക്കറ്റ് ഒരു ഡൗൺ സൈഡിലേക്ക് 15 മിനിറ്റ്സ് കയറിയിട്ടുണ്ട്. അത് ഗ്രീൻ ലൈനിൻ്റെ അകത്തേക്ക് കയറാതെ നമുക്ക് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും പറയാനായിട്ട് പറ്റത്തില്ല. ഇപ്പം നിലവിൽ മാർക്കറ്റ് 36.90, അപ്പോൾ അതൊരു 37 പോയിൻ്റാണ് ഡൗണിൽ കാണിക്കുന്നത്. 22,951. നമ്മൾ ഇന്നലെ 139 പോയിൻ്റാണ് ഞാൻ പ്രതീക്ഷിച്ച ഒരു ഹൈ, പക്ഷെ അത് 339 വരെ പോയിട്ടുണ്ട്. അപ്പോൾ 139 മേലെ പോയാൽ ലോക്ക് ചെയ്തിടുക. പലതവണയായിട്ട് ലോക്ക് ചെയ്തിട്ട് കഴിഞ്ഞാൽ തീരാവുന്ന കേസേ ഉള്ളൂ. മാസത്തിൽ 4-5 തവണ ഇങ്ങനത്തെ ഒരു റൈഡ് ഉണ്ടാവുമെന്ന് നമ്മളെപ്പോഴും പറയുന്നതാണ്. എൻ്റെ മെയിൻ ഫോക്കസ് അങ്ങനത്തെ റൈഡുകളാണ്. എടുത്തങ്ങ് ഇട്ടേക്കുക എന്നുള്ളതാണ് മെയിൻ പരിപാടി. കിട്ടിയ 10 പോയിൻ്റ്, ഇല്ലാന്നുണ്ടെങ്കിൽ 200 പോയിൻ്റ്. 22,951 മൈനസ് 37, 22,914 അല്ലല്ലോ, മാറിപ്പോയാ.
22 തന്നെ 22,914 38 പോയിന്റ് അല്ലേ ഉള്ളൂ. അപ്പോൾ 28,914 എവിടെയാണ്? $912. അപ്പോൾ എനിക്ക് തോന്നണത് ഈ ബോഡിയുടെ 917 എന്ന് പറയുമ്പോൾ ഏകദേശം ഈ ബോഡിയുടെ അപ്പ് ഡൗൺ, ആ ബോഡി ഓപ്പൺ 22,917.50. അപ്പോൾ 22,917.50. അപ്പോൾ ഇവിടം വരെ എന്തായാലും മാർക്കറ്റ് വരും. പിന്നെ അതേപോലെ ഇതിൻ്റെ ഹൈ 914.90. അപ്പോൾ മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്നത് തന്നെ ഇവിടെയാണ്. അപ്പോൾ ആ ട്രെൻഡ് കണ്ടിന്യൂ ചെയ്ത് പോയി കഴിഞ്ഞാൽ മാർക്കറ്റ് എങ്ങോട്ട് പോരും? 22,870 കൂടാതെ SMA ഭാഗത്തേക്ക് മാർക്കറ്റ് ടച്ച് ചെയ്യാനായിട്ട് വരാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട്. പക്ഷെ ഇന്നലെ രാവിലെ നമുക്ക് SMA ചാർട്ടിൻ്റെ അപ്ഡേഷൻസ് വന്ന കാരണം SMA ഉണ്ടായില്ല. രണ്ടാമത്തെ കേസ് അതിൻ്റെ വാല്യൂ ഇത്തിരി ചേഞ്ച് ആയിരുന്നു. അതുകൊണ്ട് ഇന്നലെ ഒരു ഇത്തിരി നമുക്ക് ഡിസിഷൻ എടുക്കാനായിട്ടൊരു ഇത്തിരി പാടുപെട്ട്. അത് ഓക്കെ ആയിരുന്നെങ്കിൽ ഇന്നലെ ഈസി ആയിട്ട് കുറച്ചുകൂടെ റൈഡ് കിട്ടിയേനെ. അപ്പോൾ രാവിലത്തെ മൂവ്മെൻറ്റ് ഇതാണ് 15 മിനിറ്റിൻ്റെ. അപ്പോൾ മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്നത് തന്നെ ഒരു കണ്ടിന്യൂഷൻ ട്രെൻഡ്, അതായത് ഈ ഒരു ക്യാൻഡിലിൻ്റെ ലോ 22,854 മേജർ സപ്പോർട്ട്. 54,870. 870 ബോഡി ക്ലോസ് ആണെങ്കിലും വിക്ക് ഈ ഒരു യെല്ലോ ലൈനിലേക്ക് ടച്ച് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ മാർക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ പിയിലേക്ക് കുറച്ച് പോകാനായിട്ട് ചാൻസ് ഉണ്ട്. എഗെയിൻ ഇവിടെ 1, 2, 3, 4, 5 ക്യാൻഡിൽ. അപ്പോൾ ഇത് നേരെ താഴത്തോട്ട് വരുന്നു. നമ്മുടെ ഒരു പ്ലാനിങ് ആണ് കേട്ടോ. അപ്പോൾ ഇത് നേരെ താഴത്തോട്ട് വരുന്നു, ഇവിടെ കൺസോൾട്ടേഷൻ ചെയ്യുന്നു. അപ്പോൾ എന്താവും? ഇവിടെ പുതിയൊരു വൈറ്റ് ലൈൻ ക്രിയേറ്റ് ചെയ്യും. അതായത് ഇവിടെ വന്ന വൈറ്റ് ലൈൻ പോലത്തെ ഒരു വൈറ്റ് ലൈൻ പുതിയത് ഇവിടെ ക്രിയേറ്റ് ചെയ്യുമെന്ന് നമുക്ക് നോക്കാം. അതിനുശേഷം അവിടെ മാറി നിന്നതിന് ശേഷം ആ കൺസോൾട്ടേഷൻ സോണ് ബ്രേക്ക് ചെയ്താൽ മാത്രമായിരിക്കും അപ്പാണെങ്കിലും ഡൗൺ ആണെങ്കിലും മാർക്കറ്റിലേക്ക് വരാനായിട്ടുള്ള പോസിബിലിറ്റി. അപ്പോൾ ആ കൺസോൾട്ടേഷൻ ചെയ്തതിന് ശേഷം ഈ ട്രെൻഡ് ഗ്രീനിലേക്കും കൂടെ കയറി പോയി കഴിഞ്ഞാൽ മാർക്കറ്റ് കൺസോൾട്ടേഷൻ ചെയ്ത് 22,708 വരെ വരുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. പിന്നെ മെജോറിറ്റി ഒരു ഡൗൺ സൈഡ് നോക്കുകയാണെങ്കിൽ 289 പോയിൻ്റാണ് ഞാൻ നോട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ പലരും ചോദിക്കുന്നുണ്ട് എന്ത് കണക്കാണെന്ന് ചോദിക്കുന്നുണ്ട്. അത് 1.5 വർഷത്തെ കണക്കാണ്. അത് 365 ദിവസവും 365 കണക്കാണ്. 22,951 മൈനസ് അതിനെന്തെങ്കിലും കാര്യമുണ്ടോ എന്ന് നമുക്ക് അറിയണമല്ലോ. 289, 22,662 അവിടെ എന്തെങ്കിലും സാധനം ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം. 22,662, 22,682, 22,665, 55. അപ്പോൾ സൂം ചെയ്യുമ്പോൾ അറിയാൻ പറ്റും. ഇരുപത്തിരണ്ട് 662, 60, 71 ഒരു കൺസോൾട്ടേഷൻ സോൺ ഉണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് ഈ ഡൗൺ ആണെങ്കിൽ ഈ ഒരു ഭാഗത്തേക്ക് പ്രതീക്ഷിക്കുക. അതനുസരിച്ചിട്ട് നമുക്ക് പ്ലാൻ ചെയ്യാം. അപ്പോൾ സിയുടെ സ്ട്രൈക്ക് എന്ന് പറയുന്നത് നമുക്ക് 221, ഇന്ന് ഇത്തിരി റേറ്റ് കൂടുതലാണ്. 221 തന്നെ പിടിക്കാം. ഡൗണിലേക്കാണെങ്കിൽ അത് അത്രയും ലോവിൽ നിന്ന് തിരിച്ചു പിടിക്കാൻ പറ്റാവുന്ന കേസേ ഉള്ളൂ. 75 നിന്നാണ് ഇന്നലെ 227 വരെ പോയത്. അപ്പോൾ പിയുടെ കേസിലാണെങ്കിൽ 164, 23,000 പിടിക്കാം. അപ്പോൾ എത്രയാണ്? 23,000. സിയിലാണെങ്കിൽ 9:14 ആയിട്ടുണ്ട്. 2 മിനിറ്റിലേക്ക് കൺവേർട്ട് ചെയ്തിട്ടു. ഇവിടെയും 2 മിനിറ്റിലേക്ക് മാറ്റിയിട്ടു. RSI പീക്ക് അനുകൂലമായിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ ഈ ഒരു ട്രെൻഡ് കണ്ടിന്യൂ ചെയ്ത് വന്നു കഴിഞ്ഞാൽ 161. അപ്പോൾ 170 മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ ആദ്യത്തെ റിജക്ഷൻ ഏരിയ എന്ന് പറയണത് 178.
ആദ്യത്തെ റിജക്ഷൻ ഏരിയ. അത് കഴിഞ്ഞാൽ മാർക്കറ്റ് പിന്നെ പോകുന്നത് 210 ഭാഗത്തേക്കായിരിക്കും മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ്. പിയിൽ 10 മിനിറ്റ് തന്നെ എടുത്തു അനലൈസിന് വേണ്ടി മാത്രം. ഓക്കെ, അപ്പോൾ ഗ്യാപ്പ് ഫില്ല് ചെയ്തു. അപ്പോൾ പിയുടെ സൈഡിൽ മാർക്കറ്റ് ഓപ്പൺ ചെയ്തപ്പോൾ തന്നെ ഒരു ബൈ സിഗ്നൽ അങ്ങ് കൊടുത്തിട്ടാൽ എന്തായിരിക്കും അവസ്ഥ? നമ്മൾ പിന്നെ ആവറേജിങ് സിസ്റ്റം ആയതുകൊണ്ട് പിയിൽ RSI അനുകൂലമാണ്. മാർക്കറ്റ് വന്നു കഴിഞ്ഞാൽ 190 ലെവലിലേക്കും അതേപോലെ നമ്മൾ വരച്ചിട്ട ആ ഒരു ലൈനിലേക്കാണ് മാർക്കറ്റ് റിജക്റ്റ് ചെയ്ത് നിൽക്കുന്നത്. അവിടുത്തെ ലൈൻ അങ്ങ് എടുത്ത് മാറ്റാം. അപ്പോൾ മാർക്കറ്റ് ഓപ്പൺ ചെയ്തപ്പോൾ തന്നെ ഓൾമോസ്റ്റ് 200, 190, 76, 140 റേഞ്ചിലാണ് നിൽക്കുന്നത്. അപ്പോൾ അത് 190 ബ്രേക്ക് ചെയ്താൽ കുറച്ചും കൂടെ മേളിലേക്ക് പോകുന്നു മാത്രമേ ഉള്ളൂ. നമ്മൾ പറഞ്ഞ ആ ഒരു റെസിസ്റ്റൻറ്റ് ലെവലിലാണ് പ്രീവിയസ് ആയിട്ടുള്ള അടുത്തൊരു കൺസോൾട്ടേഷൻ സോണാണ് 190 എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു പ്ലാനിങ് ആദ്യമേ ഉണ്ടെങ്കിൽ ഈവൻ ഇപ്പോൾ പറഞ്ഞ പോലെ 200 രൂപ അടുത്ത് ഓൾറെഡി ആ ഒരു മൂവ്മെൻറ്റ് വന്നിട്ടുണ്ട്. ആ കേസ് ഓൾറെഡി അങ്ങ് മൂവ് ചെയ്ത് പോകുമ്പോഴത്തേക്ക് ഒരു 10 ലോട്ടിലാണെങ്കിലും ഈവൻ നമുക്കെന്താ 2000 രൂപയാ എത്ര 9:16 ഒരു മിനിറ്റ് കൊണ്ടാണ്. നിങ്ങൾ 10 ലോട്ട് വെച്ചിട്ട് കണക്ക് കൂട്ട് 950, 1100. അത് ഓൾമോസ്റ്റ് ഹൈ പോയിരിക്കുന്നത് 189 വരെയാണ്. 10 പോയിൻറ്റ് 2500 രൂപ ഈസി ആയിട്ട് 9:16 ആയപ്പോഴത്തേക്കും. പിന്നെ ഞാൻ ആവറേജിങ് പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനതോടെ ഇട്ടേക്കണേ. കാരണം എൻ്റെ ആഗ്രഹം താഴത്തോട്ട് വരണമെന്നാണ്. ഇനി 190 ബ്രേക്ക് ചെയ്താലാണ് മാർക്കറ്റ് മുകളിലേക്ക് പോകുന്നത്. 190 ബ്രേക്ക് ചെയ്താൽ മാർക്കറ്റ് വീണ്ടും മുകളിലേക്ക് പോകാനുള്ള പോസിബിലിറ്റിയാണ് കാണുന്നത്. അപ്പോൾ ഇവിടെ 225 ബ്രേക്ക് ചെയ്താൽ 236 മാർക്കറ്റിൻ്റെ ഒരു മൂവ്മെൻറ്റ് PSEയിൽ. ആ 237 ബ്രേക്ക് ചെയ്ത് പിന്നെയും പോയാൽ 247. 247 അവിടെ റീച്ചായി. ഇവിടെ നിന്നും അടുത്ത ഹൈ ബ്രേക്ക് ചെയ്താൽ 264 പോകുന്നത്. ഇനി നെക്സ്റ്റ് 247 ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ അടുത്തത് 264 മാർക്കറ്റ് പോകുന്നത്. നമുക്ക് ഈ പറഞ്ഞ പോലെ ഓപ്ഷനെ സംബന്ധിച്ച് ക്വിക്കായിട്ടുള്ള തീരുമാനങ്ങളാണ് നമ്മളെ പ്രോഫിറ്റബിൾ ആക്കുന്നത്. ഇപ്പോൾ പിയിൽ ഓൾറെഡി 250, 300 അടുത്ത് പ്രോഫിറ്റ് വന്നിട്ട് ഞാനത് അവിടെ ഇട്ട് വെച്ചിരിക്കുന്നതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ അത് ആവറേജിങ്ങിന് വേണ്ടി ഞാൻ ഇട്ടിരിക്കുകയാണ്. പിന്നെ അതിൻ്റെ അപ്പുറത്തൊക്കെ ഇപ്പോൾ സിയിലാണെങ്കിലും ട്രേഡ് എടുക്കുമോ ഇല്ലയോ എന്നുള്ളതൊക്കെ അത് ഓരോരുത്തരുടെ താല്പര്യം അനുസരിച്ചിട്ടല്ലേ. അത് കോമൺ ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ്. കാരണം RSI താഴത്തോട്ടാണല്ലോ, പിന്നെ എന്തുകൊണ്ടാണ് മാർക്കറ്റ് മുകളിലോട്ട് പോയുള്ളതെന്നുള്ളതിൻ്റെ ആ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ 1 മിനിറ്റിൽ RSI മേളിലോട്ടാണ്. അപ്പോൾ ആ ഒരു കണക്കൂട്ടിൽ വെച്ചിട്ടാണ് ഞാൻ എന്ത് ചെയ്തേ ഇവിടെ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇന്നിടം വരെ പോകുമെന്ന് തീരുമാനിച്ച്. ഹയർ ടൈം ഫ്രെയിമിൽ ഡൗൺ സൈഡിലേക്കാണെങ്കിലും ലോവർ ടൈം ഫ്രെയിമിൽ അപ്പർ സൈഡ് ആയതുകൊണ്ടാണ് അവിടെ ജസ്റ്റ് ഒരു സ്കാൽപ്പിംഗ് മെത്തേഡ് യൂസ് ചെയ്ത്.
അപ്പോൾ അവിടെ എന്താ ഗുണം? ഇപ്പോൾ ഇവിടെ ഈ ഭാഗം താഴത്തോട്ട്, ഇത് ഹയർ ടൈം ഫ്രെയിമിലേക്ക് വേണ്ടി നമ്മൾ ഇട്ടിരിക്കുന്ന ഇതാണ്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ആ ലോസ് വരുമ്പോഴത്തേക്കും വെറുതെ പാനിക്കായിട്ട് പോയിട്ട് കാര്യമില്ല. അവിടെ എന്തുകൊണ്ടാണ് അവിടെ ഡൗൺ വരുന്നതെന്ന് നമ്മൾ അനലൈസ് ചെയ്യാനായിട്ട് ശ്രമിക്കണം. അപ്പോൾ എന്താ ഗുണമുണ്ടായത്? ഇവിടെ ഈ ഹൈ ബ്രേക്ക് ചെയ്ത് 1 മിനിറ്റിൽ അപ്പർ സൈഡിലേക്ക് മൂവ് ചെയ്തുകൊണ്ട് നമ്മളെത്ര 247 വരെ മൂവ് ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ടെന്ന് പറഞ്ഞു ഈ ഹൈ ബ്രേക്ക് ചെയ്താൽ. അപ്പോൾ 230 നിന്നാണെങ്കിലും 47-48 വരെ 17 പോയിൻ്റാണ് അവിടെ കിട്ടിയത്. പിന്നെ ആസ് ഒരു ഡിസിപ്ലിൻ ട്രേഡറാണ് ഇപ്പോൾ ഞാനിപ്പോൾ ഒറ്റക്കാണ് വ്യൂ അനലൈസ് ചെയ്യാതെ ഞാൻ ഒറ്റക്കാണ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ ഒരു 10 പോയിൻറ്റും ഇവിടുത്തെ ഒരു 17 പോയിൻറ്റും കിട്ടിക്കഴിഞ്ഞാൽ 27 പോയിൻ്റായി. ഓൾറെഡി 9:20 ആയപ്പോൾ തന്നെ നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ അവിടെ നടന്നിട്ടുണ്ട്. അപ്പോൾ അത് മൈൻഡ് സെറ്റ് ഓക്കെ ആക്കിയിട്ട് എടുത്ത് മാറി കൃത്യമായിട്ട് പ്ലാൻ ചെയ്യണം. ഇവിടെ 180ലേക്ക് എക്സ്പാൻഷൻ ഓൾറെഡി ആയിട്ട് നിൽക്കുകയാണ്. RSI ഒരു 2 മിനിറ്റിൽ ഒരു പാത്വേയിലേക്ക് കയറിയിട്ടുണ്ട്. അപ്പം അത് നമ്മുടെ പ്രതീക്ഷ ഒരു 188 ആ ലെവലിലേക്കൊക്കെ ആവറേജ് ചെയ്തിട്ട് വന്നാലും മതി, എനിക്ക് തിരക്കൊന്നുമില്ല. ഇത് റിസ്ക് ട്രേഡിങ്, ലോട്ട് സൈസ് കൂട്ടിയിട്ട് സ്കാൽപ്പ് ചെയ്തോ അല്ലെങ്കിൽ അങ്ങനെ എടുക്കുന്ന ഒരു ട്രേഡിംഗ് ആണിത്. പക്ഷേ ഇപ്പുറത്തെ സൈഡ്, അതായത് ഇടതുവശത്ത് റിസ്ക് ട്രേഡർക്ക് എങ്ങനെ ട്രേഡ് ചെയ്യാം അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ലോട്ട് സൈസ് കൂട്ടിയിട്ട് സ്കാൽപ്പ് ചെയ്തിട്ടൊരു പ്രോഫിറ്റൊക്കെ എടുത്ത് മാറുന്ന സിസ്റ്റമാണ് ഇടത്തെ സൈഡിൽ. റിസ്ക് എടുക്കാൻ താല്പര്യമുള്ളവർക്കാണ് ഈ കാറ്റഗറി. റൈറ്റ് സൈഡിൽ റിസ്ക് എടുക്കാൻ കഴിയില്ല, ലോസ് പോയാൽ എനിക്ക് പേടിയാണ്. അപ്പോൾ ലോസ് പോയാലും ധൈര്യം നമുക്ക് ഉണ്ടാക്കണം, അത് തിരിച്ച് ഓൾറെഡി പ്രോഫിറ്റബിളിലേക്ക് ആക്കി എടുക്കണം എന്നുള്ള മൈൻഡ് സെറ്റ് ഉള്ളവർക്കാണ് റൈറ്റ് സൈഡിൽ ആവറേജ് ചെയ്യുന്ന സിസ്റ്റം ബാക്ക് ടെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ഹൈ അടുത്തത് ബ്രേക്ക് ചെയ്താൽ, കാരണം 1 മിനിറ്റിൽ ഓൾറെഡി RSI അപ്പർ സൈഡിലേക്കാണ് നിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ ഈ ഗ്രീൻ കംപ്ലീറ്റ് ഇങ്ങനെ കളിക്കുന്നതിൻ്റെ റീസൺ. അപ്പോൾ 248 ബ്രേക്ക് ചെയ്താൽ നെക്സ്റ്റ് 263ലേക്കായിരിക്കും മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ്. കാരണം പിന്നെ രണ്ടാമത്തെ കേസ് ഇവിടെ RSI 2 മിനിറ്റിൽ തിരിയുന്നുണ്ട്. അപ്പോൾ 1 മിനിറ്റും 2 മിനിറ്റും ഒരേ ലെവലിലേക്ക് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ 250 to 265 ആയിരിക്കും അടുത്ത ഏരിയ. ഓൾറെഡി അത് 250ലേക്ക് എക്സ്പാൻഷൻ ചെയ്തിട്ടുണ്ട് CE. അപ്പോൾ ഒരു 249.50 അല്ലെങ്കിൽ 249.30 അവിടെയൊക്കെ ചെന്നിട്ട് മേ ബി റിട്ടേൺ ആവാം. 250 ബ്രേക്ക് ചെയ്താൽ ഇനി അടുത്ത ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് ഏകദേശം ഒരു 260, 50 to 60 10 പോയിൻ്റാണ്. കാരണം ഇതിവിടെ 1 ലോട്ടിൽ ആവറേജ് ചെയ്യാൻ ഇട്ടേക്കുകയാണ്. നേരെ മറിച്ച് ഇവിടെ ലോട്ട് സൈസ് കൂട്ടി എടുത്തു കഴിഞ്ഞാൽ ഈ ലോസൊക്കെ അതിൽ കവറപ്പായി പൊക്കോളും. അപ്പോൾ അവിടെ 2 മിനിറ്റിൽ ക്രോസ് ഓവർ ഓൾറെഡി ആയി വരുന്നുണ്ട്. അപ്പോൾ അത് 215 ബ്രേക്ക് ചെയ്താൽ ഒരൊറ്റ പോക്കാണ് മേലോട്ട്. ഇപ്പോൾ ലോവർ വിക്ക് ക്രിയേറ്റ് ചെയ്യുന്നൊന്ന് മാത്രമേ ഉള്ളൂ, ആ ക്യാൻഡലിൻ്റെ ഹയർ വിക്ക് ക്രിയേറ്റ് ചെയ്തില്ല. അപ്പോൾ അത് ലെങ്ത്ത് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ വലിവ് വരുന്നത്. അതായത് പ്രീവിയസ് ക്യാൻഡലിൻ്റെ ഒരു സെൻട്രൽ പൊസിഷൻ അല്ലെങ്കിൽ 236ലേക്ക് വല്ലതും വരികയോ അല്ലെങ്കിൽ അവിടെ നിന്നായിരിക്കും പിന്നെ ഒന്നെങ്കിൽ റിവേഴ്സായി പോകുന്നത്. അതായത് പ്രീവിയസ് ക്യാൻഡലിൻ്റെ ഹൈസിലാണ് ഇപ്പോൾ സപ്പോർട്ട് എടുക്കണേ, 236ലാണ് സപ്പോർട്ട് എടുക്കണേ. ഒന്നെങ്കിൽ അവിടെ നിന്ന് റിവേഴ്സ് വലിയണം, അല്ലെങ്കിൽ എവിടെ നിന്നാ ഈ യെല്ലോ ലൈൻ 227 നിന്ന് റിവേഴ്സ് വലിയാം, 220ലേക്ക് റിവേഴ്സ് വലിയാം. അത് ഈ സ്കാൽപ്പ് ചെയ്തിട്ട് ഇപ്പോൾ ഇവിടെ നിന്ന് നെക്സ്റ്റ് ക്യാൻഡിലിൽ ഒരു ലോ വന്നിട്ട് എൻട്രി എടുത്താലും 2-3 പോയിൻ്റ് അവിടെ സ്കാൽപ്പ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. $250 ഇവിടെ മിച്ചം ഇട്ടിട്ടാണ് പോന്നിരിക്കുന്നത് എന്നുള്ള ഒരു കേസ് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ നെക്സ്റ്റ് ക്യാൻഡിലിൽ ഇവിടെ നിന്ന് റിവേഴ്സ് ആവാം, അല്ലെങ്കിൽ ശരി വലിയൊരു വിക്ക് വന്നിട്ട് 227.32 അവിടെ വിക്ക് ഇടിച്ചിട്ട് അവിടെ നിന്ന് തിരിച്ച് വലിയ, അപ്പോൾ അവിടെ 2 പോയിൻ്റ് ആ വലിവിൽ ചിലപ്പോൾ കിട്ടും. അതിന് താഴത്തോട്ട് പോയെന്ന് മാത്രമേ ഉള്ളൂ. ഇവർ ക്രോസ് ഓവർ വന്നിട്ട് അത് സ്ട്രെയിറ്റ് ആയിട്ടുണ്ട്, അതായത് താഴത്തോട്ട് തന്നെ ഫാളാവാനുള്ള സാഹചര്യത്തിലാണ് നിൽക്കുന്നത്. അപ്പോൾ 249 ബ്രേക്ക് ചെയ്താൽ മാത്രമാണ് ഇവിടെ സേഫ് ആയിട്ടുള്ളൊരു മൂവ്മെൻറ്റ് അതേ ഉള്ളൂ. ഇവിടെയൊക്കെ പിന്നെ റിസ്കി ചോയ്സ് എന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ഇവിടെ 171 ഇടിച്ച് ഹിറ്റ് ചെയ്ത് നിന്നതുകൊണ്ടാണ് ഇവിടെ നിന്ന് സപ്പോർട്ട് എടുത്തത്. അപ്പോൾ ഈ സപ്പോർട്ടും ഈ പോയിൻ്റൊക്കെ ഈ ടാലിയായിട്ട് വരുന്നതിൻ്റെ റീസൺ അതുകൊണ്ടാണ്.
കാരണം ഇതിൻ്റെ ഹയർ വിക്ക് ക്രിയേറ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഈ ലോ എന്ന് പറഞ്ഞാൽ മേളിലോട്ട് നല്ല രീതിയിൽ കുതിക്കാൻ വേണ്ടിയിട്ടൊക്കെ ആവാം. ടു 28.86 സപ്പോർട്ടിംഗ് സോൺ. അപ്പോൾ അവിടെ ക്ലിക്ക് ചെയ്യുക. അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ അവിടെ നിന്ന് റിവേഴ്സ് വരുമ്പോൾ നമുക്ക് വേണമെങ്കിൽ 2-3 പോയിൻ്റ് അല്ലെങ്കിൽ എടുത്തുടനെ 1 പോയിൻ്റ് 2 പോയിൻ്റൊക്കെ നമുക്ക് സ്റ്റോപ്പ് ലോസ് ഒക്കെ ഇട്ടിട്ട് അവിടെ നിന്ന് എൻട്രി എടുക്കാനായിട്ട് പറ്റും. ആ ക്യാൻഡിലിൻ്റെ ലോവിൽ നിന്ന് റിവേഴ്സ് എടുത്ത് പോകുന്നുണ്ടോ? അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, 5 പോയിൻറ്റും 10 പോയിൻറ്റും 20 പോയിൻ്റൊക്കെ ലോവിൽ ഇട്ടേക്കണം. അവിടെ ക്യാൻഡിലിൻ്റെ ഹൈ ഓപ്പണാണ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വിൽക്കില്ല. സെക്കൻഡ് തിങ് 250 ഓൾമോസ്റ്റ് ടച്ച് ചെയ്യാനായിട്ട് കിടപ്പുണ്ട്. അപ്പോൾ ഇത് മേ ബി താഴത്തേക്ക് വന്നിട്ട് ഒന്ന് വലിഞ്ഞിട്ട് മുകളിലോട്ട് പോകാം. അപ്പോൾ നോക്കിയത് ഇവിടെ 230 എൻട്രി എടുത്തായിരുന്നെങ്കിലോ 1 പോയിൻ്റ് പോലും സ്റ്റോപ്പ് ലോസ് ഇല്ലാതെ എത്ര പോയിൻ്റായി? 13 പോയിൻ്റ് ഈസി ആയിട്ട് ഇവിടെ എടുക്കാം. ലോട്ട് സൈസ് കൂട്ടി അവിടെ എടുത്താൽ അതും പ്രോഫിറ്റബിൾ അല്ലേ? അതൊരു പോയിൻ്റ് കോസ്റ്റ് ടു കോസ്റ്റ് ഇട്ട് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതും പോയിൻ്റാണ്. RSI വീണ്ടും ക്രോസ് ഓവറാണ്. ഈ ക്രോസ് ഓവറിൽ സാധനം എന്തായാലും പ്രീവിയസ് ക്യാൻഡലിൻ്റെ ഹൈ, അപ്പോൾ അത് കോസ്റ്റ് ടു കോസ്റ്റ് ഇട്ട് വെച്ചാൽ നമുക്ക് ലോസ് ഇല്ല. അല്ലെങ്കിൽ ഇപ്പോൾ ഒരു 10 ലോട്ട് എടുത്തിട്ട് 242 അവിടെ വേണമെങ്കിൽ 5 ലോട്ട് വിറ്റിട്ട് ബാക്കി കോസ്റ്റ് ടു കോസ്റ്റ് ഇട്ട് വെച്ചാലും നമുക്ക് പ്രോഫിറ്റബിളാണ്. നമ്മൾ ഒരു ഓപ്പർച്യൂണിറ്റിക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിട്ട് എൻട്രി എടുക്കുകയാണെങ്കിൽ നമുക്ക് സ്റ്റോപ്പ് ലോസ് ഇല്ലാതെ നമുക്ക് എൻട്രി എടുക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ എൻട്രി എടുക്കണമെങ്കിൽ ഒരു സ്ട്രാറ്റജി നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഫോളോ ചെയ്തെങ്കിൽ മാത്രമാണ്. എന്തുകൊണ്ടാണ് ഇപ്പോൾ ഇവിടെ സ്ട്രഗിൾ ചെയ്ത് നിൽക്കുന്നത്? ഇവിടെ SMA സപ്പോർട്ട് എടുക്കുന്നുണ്ട്. ഇവിടെ SMA 162 ഈ ഭാഗത്ത് സപ്പോർട്ട് എടുക്കുന്നതുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെ സ്ട്രഗിൾ ചെയ്ത് നിൽക്കുന്നത്. വൺസ് അഗെയിൻ താഴത്തോട്ട് വന്നു കഴിഞ്ഞാൽ മാർക്കറ്റ് 156 ഫാളാവും. അപ്പം അങ്ങനെ ഫാളാവുകയാണെങ്കിൽ ഇത് 250 ബ്രേക്ക് ചെയ്ത് പോകും. അപ്പം എന്നെ സംബന്ധിച്ചൊരു 10 ലോട്ടോ 20 ലോട്ടിലോ ഒരു 10 പോയിൻ്റ് എടുത്തിട്ട് മാറാനാണെങ്കിൽ ഓൾമോസ്റ്റ് 3 ട്രേഡ് എൻ്റെ കഴിഞ്ഞു. ഒന്ന് രാവിലത്തെ ഈ ട്രേഡിലെ പോയിൻ്റ്, സെക്കൻഡ് ഇവിടെ നിന്നുള്ള പോയിൻ്റ്, തേർഡ് നമ്മളിത് പറഞ്ഞുകൊണ്ട് ഇവിടെ നിന്ന് പറഞ്ഞൊരു പോയിൻ്റ്. ഇവിടെ നിന്ന് എടുത്താലും 10-30 പോയിൻ്റ്. ഈവൻ സിംഗിൾ ലോട്ടിലോ 2 ലോട്ടിലോ ഇതേപോലെ കയറി ഇറങ്ങി ട്രേഡ് ചെയ്താൽ പ്രോഫിറ്റബിളാണ്. അപ്പോൾ അതിൻ്റെ സ്വഭാവം നമ്മൾ പഠിക്കണം. അതെങ്ങനെയൊക്കെയാണ് അവിടെ മൂവ്മെൻറ്റ് ഉണ്ടാവാനായിട്ടുള്ള ചാൻസ് ഉള്ളത്. അങ്ങനെ അവിടെ സംഭവിക്കണമെന്നുണ്ടെങ്കിൽ പാസ്റ്റ് ടൈമിൽ അതേപോലെ അവിടെ സംഭവിച്ചിരിക്കണം. പാസ്റ്റ് ടൈമിൽ അവിടെ അങ്ങനെ സംഭവിച്ചിരിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരേ കാര്യങ്ങൾ തന്നെ കൃത്യമായിട്ട് കാണാനായിട്ട് സാധിക്കണം നമുക്ക്. അപ്പോൾ ഈസി ആയിട്ട് അവിടെ നിന്ന് എത്ര പോയിൻ്റാ താഴത്തോട്ട് വരും. ഹയർ വിക്ക് ക്രിയേറ്റ് ചെയ്തിട്ടില്ല, 250 ടച്ച് ചെയ്തിട്ടില്ല. താഴത്തോട്ട് വന്നിട്ട് SMA എന്നായിരിക്കും സപ്പോർട്ട് എടുക്കുന്നത്. അപ്പോൾ 230 നിന്ന് 250 വരെയും 20 പോയിൻ്റ് 10 ലോട്ടിലാണെങ്കിൽ അവിടെയും കിട്ടി 5000 റുപ്പീസ്. അത് റിസ്ക് എടുക്കുന്നവരുടെ ചാർട്ട്, റൈറ്റ് സൈഡിൽ റിസ്ക് എടുക്കാത്തവരുടെ ചാർട്ട്. പോരെ, ആ 20 പോയിൻ്റ് പോരെ ഈസി ആയിട്ട്. വളരെ ഒരു ട്രേഡ് എവിടെ എടുക്കണം എങ്ങനെ എടുക്കണം എന്നുള്ളത് വളരെ സ്ലോ ആയിട്ടും സ്റ്റഡി ആയിട്ടും മെൻഷൻ ചെയ്തിട്ടാണ് അവിടെ പറഞ്ഞത്. കാരണം ഒരു ക്യാൻഡിൽ പോലും ഈ ബോഡിയുടെ താഴെ ക്ലോസ് ചെയ്തിട്ടില്ല. 1 2 3 4 5 6 ക്യാൻഡിലിൻ്റെ താഴെ ഒരു ബോഡി പോലും ക്ലോസ് ചെയ്തിട്ടില്ല. 1 2 3 4 5 6 1 2 3 4 5 ആറാമത്തെ ക്യാൻഡിൽ RSI ക്രോസ് ഓവർ. അപ്പോൾ ഇതൊന്ന് എക്സ്പാൻഷൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് അറിയാൻ പറ്റും. 5 മിനിറ്റിൽ RSI അപ്പർ സൈഡിലേക്ക് തന്നെ ഒരു ബ്രേക്കൗട്ട് സ്റ്റേജിന് വേണ്ടി നിൽക്കുകയാണ്. 255 വരെ 5 മിനിറ്റിൽ എക്സ്പാൻഷനായി നിൽപ്പുണ്ട്. അപ്പോൾ അടുത്ത 49 സെക്കൻഡ് കൂടെ ഉള്ളൂ ഈ 5 മിനിറ്റ് ക്ലോസ് ചെയ്യാൻ. അപ്പോൾ 250 നമ്മളിപ്പോൾ ഈവൻ ഇറങ്ങിയെന്ന് വിചാരിച്ചോ. നെക്സ്റ്റ് ക്യാൻഡിൽ 250 ബ്രേക്ക് ചെയ്ത് 255 ഇട്ട് എടുക്കാം. അത് 15 മിനിറ്റ്സിലേക്ക് കോൺസെൻട്രേഷൻ ചെയ്യുകയാണെങ്കിൽ വീണ്ടും താഴത്തോട്ട് കയറിയ സാധനം വീണ്ടും ഒരു എന്താ പറയണ്ടേ ഇത് കാണിച്ചു നിൽക്കുകയാണ്. അപ്പോൾ 255 അത് ടച്ച് ചെയ്തിട്ടുള്ളൂ. 253 വരെ പോയിട്ടുള്ളൂ. അപ്പോൾ എവിടം വരെ പോകാനായിട്ടാണ് കിടക്കണേ? 250 അഗെയിൻ ബ്രേക്ക് ചെയ്താൽ 277 മാർക്കറ്റ് പോണേ. എന്തുകൊണ്ടാണ് അപ്പോൾ 255 ബ്രേക്ക് ചെയ്യാഞ്ഞേ?
ഇവിടെ റെസിസ്റ്റൻ്റ് കീപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് ആ വാതിൽ, ഇപ്പം നമ്മളൊരു വാതിൽ മുട്ടിക്കഴിഞ്ഞാൽ ആ വാതിൽ തുറന്ന് തന്നാൽ പിന്നെ നമുക്ക് അകത്തോട്ട് കയറേ നിവർത്തിയുള്ളൂ. അപ്പോൾ അത് തുറക്കണോ വേണ്ടെന്നുള്ള ആലോചനയാണ്. അപ്പോൾ ആ 255 ബ്രേക്ക് ചെയ്താൽ 250 ബ്രേക്ക് ചെയ്താൽ 255 ഇട്ട് മൂവ് ചെയ്താൽ ഇപ്പം എന്നെ സംബന്ധിച്ച് 250 കോസ്റ്റ് ടു കോസ്റ്റ് ഇടാം. 5 പോയിൻറ്റിൻ്റെ കേസേ ഉള്ളൂ. കോസ്റ്റ് ടു കോസ്റ്റ് ഇട്ടിട്ടോ 1 പോയിൻ്റ് കിട്ടിയാൽ എന്നെ സംബന്ധിച്ച് പ്രോഫിറ്റബിളാണ്, ലാഭമാണ്. കാരണം രാവിലെ നമ്മുടെ പരിപാടിയൊക്കെ ഓൾമോസ്റ്റ് 9:30 ആയപ്പോൾ കഴിഞ്ഞു. അപ്പോൾ 255 ബ്രേക്ക് ചെയ്താൽ പിന്നെ 277 മാർക്കറ്റ് പോകത്തുള്ളൂ. എന്തുകൊണ്ടാണ് 255 അവിടെ ലൈൻ വന്ന് നിൽക്കുന്നതെന്ന് വെച്ചാൽ ഇവിടെ ഓൾറെഡി ഒരു പ്രീവിയസ് ലൈനും 2 വെള്ളക്കുത്തുണ്ട്. അതാണ് ഇങ്ങനെ നിൽക്കുന്നത്. 255 ടച്ച് ചെയ്യാനും നിൽക്കുകയാണ്. അപ്പോൾ 250 ബ്രേക്ക് ചെയ്താൽ 255 ഇട്ടല്ലേ മാർക്കറ്റ് പോകത്തുള്ളൂ. സ്ട്രഗിൾ ചെയ്ത് നിൽക്കുകയാണ്. ഒറ്റടി അടിച്ചാൽ 255, 253, 252, 253, 254, 256, 257, 258, 259 പോരെ, 259. അത് 270 എക്സ്പാൻഷൻ ചെയ്ത് നിൽപ്പുണ്ട്. അപ്പം അങ്ങനെ ചെറിയ ചെറിയ പോയിന്റ് കൺഫേമുള്ള ഏരിയാസൊക്കെ എടുത്ത് മാറിക്കഴിഞ്ഞാൽ 259 വരെ പോയിട്ടുണ്ട്. അത് കുറച്ചും കൂടെ കളിച്ചിട്ടൊക്കെ പോട്ടെ. ഇനിയിപ്പോൾ നമുക്ക് ഇപ്പോഴൊന്നും ഉടനെ നോക്കണ്ട, അത് പോയി തീരുമാനമൊക്കെ എടുത്തിട്ട് വരട്ടെ. 260, 272, 285 ആണ് ഒരു ടോപ്പർ ലെവൽ എന്ന് പറയണം. RSI ഇവിടെ വീണ്ടും തിരിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അപ്പുറത്ത് നമ്മൾ ആവറേജ് ചെയ്തിട്ടുണ്ട്. ആവറേജ് ചെയ്ത് അവിടെ അങ്ങ് കിടക്കും. സിംഗിൾ ലോട്ടിലാണ് ആവറേജ് ചെയ്തിട്ടിരിക്കണേ. അപ്പോൾ അത് ഒരു ലോട്ട് ഇപ്പോൾ ഇന്ന് വൈകുന്നേരം വരെ നിന്നാലും മാക്സിമം വരാൻ പോകുന്ന ലോസ് ഒരു 1500 അത്രയൊക്കെ വരാനുള്ള പോസിബിലിറ്റി ഉള്ളൂ. അപ്പോൾ അപ്പുറത്ത് നമ്മൾ ഒരെണ്ണം എടുക്കുകയും ചെയ്ത് അപ്പോൾ അത് ലോസിലേക്ക് പോകുമ്പോഴത്തേക്ക് അത് നോക്കിക്കൊണ്ടിരിക്കുകയല്ല വേണ്ടത്. ഓപ്പർച്യൂണിറ്റി ഓപ്പോസിറ്റ് സൈഡ് ഉണ്ടെങ്കിൽ ഓപ്പോസിറ്റ് സൈഡ് നമ്മൾ ഓപ്പർച്യൂണിറ്റി മേക്ക് ചെയ്ത് പ്രോഫിറ്റബിൾ ആക്കാനായിട്ട് ശ്രമിക്കണം. അപ്പോൾ ഓൾമോസ്റ്റ് ഏകദേശം കാര്യങ്ങളൊക്കെ തീരുമാനമായിട്ടുണ്ട്. അപ്പോൾ നമ്മൾക്ക് ഇത് കുറച്ചും കൂടെ പോകേണ്ടതായിരുന്നല്ലോ, ഒരു 265 വരെയൊക്കെ പോകേണ്ടതായിരുന്നു ഏതായാലും. അപ്പോൾ എവിടം തൊട്ടാണ് 2-3 ട്രേഡിലേക്കാണെങ്കിലും 225 തൊട്ടുള്ള മൂവാണ് 3-4 ട്രേഡിലായിട്ട് 255 വരെ കിട്ടിയത്. അതിൽ കൂടുതൽ പ്രോഫിറ്റബിൾ ആണ് മൊത്തത്തിൽ കണക്കൂട്ടി നോക്കുമ്പോൾ. എഗെയിൻ നമ്മൾ നേരത്തെ ഒരു സപ്പോർട്ട് എടുത്ത് അതേപോലെ തന്നെ വീണ്ടും ഇവിടെ സപ്പോർട്ട് എടുത്തിട്ടുണ്ട്. ആ സപ്പോർട്ട് എഗെയിൻ ബ്രേക്ക് ചെയ്താൽ 255 എഗെയിൻ ബ്രേക്ക് ചെയ്താൽ 265 മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ്. അപ്പോൾ നമ്മുടെ ആവറേജ് ഇട്ട സാധനം തിരിച്ച് കോസ്റ്റ് ടു കോസ്റ്റിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളെന്താണ് ഒരു സാധനം എടുത്തിട്ട് പേടിച്ച് അതിൻ്റെ പുറകെ പോയല്ല, നമ്മളത് ആവറേജ് ചെയ്യാനും വിട്ടുപോയി അതിൻ്റെ പുറകെ പോയപ്പോൾ. ഇതിപ്പോൾ മാർക്കറ്റ് റീകൺവേർട്ട് ചെയ്ത് പി സൈഡിലേക്ക് കൺവേർട്ട് ആയിട്ടുണ്ട്. അത് 5 മിനിറ്റിൽ നോക്കുമ്പോൾ ഒരു SMA മുട്ടിയിട്ടാണ് നിൽക്കുന്നത്. SMA മുട്ടി 5 മിനിറ്റിൽ. അതുകൊണ്ടാണ് അവിടെ നിന്ന് ഒരു റിജക്ഷൻ വന്നത്, തിരിച്ച് ഡൗൺ ആവുന്നത്. അപ്പോൾ 156 ഡബിൾ സ്ക്രീൻ ആയിരുന്നെങ്കിൽ ഒരു പക്ഷേ നമ്മൾ 156 അത് ആവറേജ് ചെയ്ത് പോയേനെ. ഇതവിടെ കിടക്കട്ടെ. ഇതിൻ്റെ സ്റ്റോപ്പ് ലോസ് 151 ഇട്ടിട്ട് ഇപ്പോൾ നമുക്ക് ഓൾറെഡി ഇവിടെ സപ്പോർട്ട് വീണ്ടും ഇവിടെ 225 ഒരു സപ്പോർട്ട് എടുത്തത് കൊണ്ടാണ് അത് ഓൾമോസ്റ്റ് താഴത്തോട്ട് പോകാതെ തിരിച്ചവിടെ നിന്നതിൻ്റെ റീസൺ. അപ്പോൾ ഈ 225 ബ്രേക്ക് ചെയ്ത് താഴത്തോട്ട് പോകുന്ന മാർക്കറ്റ് എന്താവും, നല്ല രീതിയിൽ ഇവിടെ നിന്ന് ബ്രേക്ക് ചെയ്ത് പോന്നു കഴിഞ്ഞാൽ നല്ല രീതിയിൽ ഡൗൺ ആവും. അപ്പോൾ 1 ക്ലിക്കിൽ വലിയ പ്രശ്നങ്ങളില്ലാത്ത രീതിയിലാണെങ്കിൽ 6
ഒരു ബൈ അങ്ങ് കൊടുത്തിടാം. എന്നിട്ട് എന്ത് ചെയ്യാം, ഒരു ബൈ അങ്ങ് കൊടുത്തിട്ടിട്ട് സ്റ്റോപ്പ് ലോസ് 166, 10 പോയിൻ്റ് സ്റ്റോപ്പ് ലോസ് അവിടെ ഇട്ടിട്ട് എന്ത് ചെയ്യാം, അവിടെ കിടക്കട്ടെ എന്ന് വിചാരിക്കണം. സ്റ്റോപ്പ് ലോസ് ഇടുക, നേരെ പൊക്കി അങ്ങ് കൊണ്ട് വെക്കുക. അത് നേരെ അങ്ങ് പോകുമ്പോൾ എവിടം വരെ പോകണോ അവിടം വരെ പൊക്കോട്ടെ. ഇന്നത്തെ ഇത്ര ക്ഷീണം തീർക്കാനുണ്ട്. ഇപ്പോൾ 188 RSI ഇവിടെ ഒരു ക്രോസ് ഓവർ 15 മിനിറ്റ്സിൽ വന്നിട്ടുണ്ട്. 188 പ്രൈസ് ചെയ്തിട്ടുണ്ട്. ഇത് ഇനി മേളിലോട്ട് പോയാൽ 227.27 മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ്. അപ്പോൾ സ്റ്റോപ്പ് ലോസ് ഇതിൻ്റെ തൊട്ട് താഴെ, ഈ ക്യാൻഡലിൻ്റെ തൊട്ട് താഴെ അങ്ങ് ഇട്ട് കഴിഞ്ഞാൽ ഒരു പ്രശ്നമില്ല, അവിടെ കിടന്നോളും. കാരണം സിയിൽ പ്രോഫിറ്റബിൾ ആയതുകൊണ്ട് ഈവൻ പിയിൽ ഇനിയിപ്പോൾ ലോസ് ആയാലും വലിയ വിഷയങ്ങളൊന്നും വരാനില്ല. ഒന്നെങ്കിൽ ഇത് സ്റ്റോപ്പ് ലോസ് അടിച്ച് പോകണം, ഇല്ലാന്നുണ്ടെങ്കിൽ ഇത് 226 ടച്ച് ചെയ്യണം. അപ്പോൾ അതവിടെ അതിൻ്റെ വഴിക്ക് നടക്കട്ടെ. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം നേരുന്നു. നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇനി ക്ഷമയുടെ കാത്തിരിപ്പാണ്. RSI നമ്മളീ പറഞ്ഞ പോലെ ഒരു പിൻബാർ പോലെ ഫോം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു 22,965 ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റ്, ഇത് ഫ്യൂച്ചറിൻ്റെ ചാർട്ടാണ്. നമ്മൾ ഇന്നലെ നോക്കിയത് ഇൻഡെക്സ് ആണ്, ഇന്ന് ഫ്യൂച്ചറാണ് നോക്കുന്നത്. അപ്പോൾ ഇത് ലോ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ 22,920 ഈ യെല്ലോ ലൈനിലേക്കോ അവിടെയും ബ്രേക്ക് ചെയ്ത് RSI സ്റ്റേബിളായിട്ട് പോവുകയാണെങ്കിൽ 22,762 മാർക്കറ്റ് മൂവ് ചെയ്യാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട്. ഓൾമോസ്റ്റ് ഒരു 262 പോയിൻ്റ് നമ്മൾ അപ്പല്ലെങ്കിൽ ഡൗൺ മൈനസ് ഒരു പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഏകദേശം ഒരു ലെവൽ, അത്രയും പോയില്ലെങ്കിലും ഏകദേശം ഒരു ലെവലിലേക്ക് ഇപ്പോൾ RSI ഇൻഡെക്സ് ചാർട്ടിനെ ബേസ് ചെയ്തിട്ടോ ബ്ലൂ ലൈൻ ഇവിടെ കിടപ്പുണ്ട്. ഞാനിപ്പോൾ ബ്ലൂ ലൈൻ ഇട്ടാലും അത് റെസിസ്റ്റൻസ് സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യും. അപ്പോൾ ഒന്ന് ഫ്ലോ ആയി, ഇതൊരു പിൻബാറാണ്. RSI ഓൾറെഡി ഡൗണിലേക്ക് കയറിയിട്ടുണ്ട്. അപ്പോൾ അത് മേജറായിട്ടുള്ളൊരു സപ്പോർട്ട് നമ്മൾ പറഞ്ഞത് ഈ യെല്ലോ ലൈൻ ഈ ഭാഗത്തേക്ക് ചെല്ലുമ്പോൾ അതൊരു സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യാം. ഇപ്പോൾ 22,866 മാർക്കറ്റ് വരാം. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ പറഞ്ഞത് സ്ട്രഗിൾ ചെയ്തിട്ട് അവിടെ നിന്ന് റിവേഴ്സ് ആവുകയോ അല്ലെങ്കിൽ അവിടെ നിന്ന് മാർക്കറ്റ് ഡൗണിലേക്ക് ഫാൾ ആവുകയോ ചെയ്യും. നമ്മൾ ഓൾറെഡി 9:15 നമ്മൾ പറഞ്ഞിട്ടുണ്ട്. മാർക്കറ്റ് ഒന്ന് സ്ട്രഗിൾ ചെയ്ത് താഴത്തോട്ട് വരും. ഈ 5 ക്യാൻഡിൽ അവിടെ സ്ട്രഗിൾ ചെയ്യും. അതിനുശേഷം ഒരു ഫാൾ ഉണ്ടായാൽ മാർക്കറ്റ് 22,690 ഈവനിങ് വരാനുള്ള പോസിബിലിറ്റി എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ RSI ഇവിടുന്ന് ക്രോസ് ഓവറായി അടുത്ത ക്രോസ് ഓവർ ആവുന്നവരെയും എങ്ങനെയാണ്, അപ്പോൾ നിങ്ങൾ ഈ പലരും ഈ പറഞ്ഞിട്ടുണ്ട്, അതായത് വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇന്നത് പോയിട്ട് അവിടം വരെ എത്തി ഇവിടം വരെ എത്തി. പക്ഷേ 50 മിനിറ്റ്സിൻ്റെ ക്രോസ് ഓവർ ഹോൾഡ് ചെയ്യുന്ന ലൈവ് എന്തായാലും ഞാൻ വളരെ അപൂർവമായിട്ട് ഇട്ടിട്ടുള്ളൂ. അപ്പോൾ ഒരു മണിക്കൂറിനുള്ളിൽ ഈ കംപ്ലീറ്റ് ക്രോസ് ഓവർ ആവുന്നതും വൈകിട്ട് വരെ കിട്ടുമെന്നുണ്ടെങ്കിൽ പോസ് ചെയ്തെടുക്കാനായിട്ട് ശ്രമിക്കാം. എനിവേ ലോങ് ഹോൾഡിംഗ് ആണ്, നമുക്ക് നോക്കാം. ആദ്യം ഈ ഒരു സ്ട്രഗിൾ വരുന്ന ലെവലിൽ എന്തുമാത്രം പ്രോഫിറ്റബിൾ ആണെന്ന് നോക്കാം. ദെൻ അവിടെ നിന്ന് കണ്ടിന്യൂ ചെയ്താൽ ഹോൾഡ് ചെയ്ത് പോവാം. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് അതനുസരിച്ചിട്ട് എക്സിറ്റോ കാര്യങ്ങളോ അല്ലെങ്കിൽ കുറച്ച് ലോട്ട് സൈസ് കൊടുക്കുന്ന കാര്യങ്ങളോ പറ്റി ആലോചിക്കാം. എന്തായാലും അവിടം വരെ വരുമോ നോക്കട്ടെ. RSI എന്തായാലും സ്റ്റേബിളാണ്. ഇപ്പോൾ 2 കാര്യങ്ങളാണ് ഇനി RSIയുടെ കാര്യത്തിൽ ശ്രദ്ധിക്കാനുള്ളത്. ഒന്ന്, അടുത്തത് ഗ്രീൻ ക്യാൻഡിൽ 2 മുകളിലോട്ട്, പിന്നെ അടുത്ത റെഡ് ക്യാൻഡിൽ 2 താഴത്തോട്ട്, പിന്നെ അടുത്ത 2 ഗ്രീൻ ക്യാൻഡിൽ ഫോം ആവുകയാണെങ്കിൽ ആ സമയം കൊണ്ട് RSI ഇവിടെ തിരിഞ്ഞു വരികയാണെന്നുണ്ടെങ്കിൽ മാത്രമാണ് മാർക്കറ്റ് പ്രീവിയസ് ആയിട്ടുള്ള ഒരു ഹാങ്ങിങ് മാൻ അല്ലെങ്കിൽ എന്തെങ്കിലും ഈ ഒരു സൈൻ ക്യാൻഡിലിൻ്റെ അപ്പ് ബ്രേക്ക് ചെയ്താൽ പിന്നെ അത് ട്രെൻഡ് കണ്ടിന്യൂ ചെയ്ത് പോകത്തുള്ളൂ. നിലവിലത്തെ സാഹചര്യത്തിൽ പ്രീവിയസ് ക്യാൻഡലിൻ്റെ അപ്പ് ബ്രേക്ക് ചെയ്താൽ മാക്സിമം പോകാൻ പോകുന്ന ലെവൽ എന്ന് പറഞ്ഞാൽ 23,000 വരെ പോകത്തുള്ളൂ.
23,028 വരെ വിക്ക്. അതിന് മേളിലോട്ട് പോകണമെന്നുണ്ടെങ്കിൽ ഈ RSIയും കൂടെ സപ്പോർട്ടീവായിട്ട് വരണം. അപ്പോൾ അതുവരെ സ്റ്റിൽ മാർക്കറ്റ് ഡൗൺ ഫേസ് തന്നെയാണ്. ഈ ഒരു വൈറ്റ് ഡോട്ട്, അതായത് 1, 2, 3 ക്യാൻഡലിൻ്റെ വിത്ത് വൈറ്റ് ഡോട്ട് ഇത്തിരി സ്ട്രോങ് ആണ്. അതാണ് 22,927 എന്ന് പറഞ്ഞ ലെവല്. ആ ലെവൽ ബ്രേക്ക് ചെയ്താൽ സാധനം സിംഗിൾ ക്യാൻഡിലിൽ 22,866 ഇട്ട് വരുമെന്ന് നോക്കാം. അടുത്ത ഒരു 2 ക്യാൻഡിലിനുള്ളിൽ നമുക്കറിയാം 10 മണി കഴിയുമ്പോൾ. അപ്പോൾ എന്തുകൊണ്ടാണ് ഇവിടെ ഗ്രീൻ വരുന്ന കൺസോൾട്ടേഷൻ ആവണമെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ 5 മിനിറ്റിൽ വീണ്ടും RSI മുകളിലായിട്ടുള്ള ഒരു രീതിയിൽ കാണിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇവിടെ സ്ട്രഗിൾ വരുന്നത്. അപ്പോൾ ഇവിടെ ഒരു 5-10 ക്യാൻഡിൽ ഇവിടെ തന്നെ ഇങ്ങനെ സ്റ്റേബിളായി നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ RSI മുകളിൽ പോയിട്ട് തിരിഞ്ഞു വരണം. ഇതിപ്പോൾ നമ്മൾ RSI ചെറിയ ടൈം ഫ്രെയിം RSI ആണെങ്കിലും എല്ലാം കൂടെ ടാലി ആയിട്ടൊരു ഒറ്റ പൊസിഷനിലേക്ക് വരുമ്പോഴാണ് വലിയ രീതിയിലുള്ള ഫാൾ ഉണ്ടാകുന്നത്. അതായത് വളരെ ഹ്യൂജ് ഫാള് ഉണ്ടാകുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സപ്പോർട്ടിങ് ഫാക്ടർ ഒരുപാട് ഉണ്ടാകുമ്പോൾ. ഇത് ക്രോസ് ഓവർ ആയിട്ടില്ല. ഇത് ക്രോസ് ഓവർ ആവുകയും ഗ്രീനിലേക്ക് കയറുകയും ചെയ്യണം. ഒപ്പം ഈ 22,982 എന്നുള്ള ലെവല് കൂടെ ബ്രേക്ക് ചെയ്താൽ മാത്രമാണ് മാർക്കറ്റ് അപ്പിലേക്ക് പോവുള്ളൂ. ഈ ബോക്സിൻ്റെ അകത്ത് മെജോറിറ്റി കൺസോൾട്ടേഷൻ സോണാണ്. അതിന് പുറത്തേക്ക് വരാതെ വണ്ടി ബസ് സ്റ്റാൻഡിലാണ് ഇപ്പോൾ പാർക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇങ്ങോട്ട് പോകാനും നമുക്ക് ഹാപ്പിയാണ്, ഇങ്ങോട്ട് പോകാനും നമുക്ക് ഹാപ്പിയാണ്. പക്ഷേ അങ്ങോട്ടുള്ള വണ്ടി വരാതെ നമുക്കെന്താ, ഈ സ്റ്റാൻഡിന് പുറത്തേക്ക് വണ്ടി ഇറങ്ങിയെങ്കിലേ നമുക്ക് കയറാനായിട്ട് പറ്റത്തുള്ളൂ. ഓക്കെ, നമുക്ക് വെയിറ്റ് ചെയ്യാം. ഓക്കെ, നമ്മൾ പിയുടെ കേസിൽ 2095 190 നല്ല രീതിയിലൊരു റെസിസ്റ്റൻ്റായിട്ട് RSIയുടെ ക്രോസ് ഓവറിലാണ് അത് ബുക്ക് ചെയ്തത്. ശേഷം പിന്നെയുള്ള ബ്രേക്കൗട്ട് സംഭവിച്ചത് ഇപ്പോൾ ഓൾമോസ്റ്റ് ഒരു ബ്രേക്കൗട്ടിലാണ്. ഇപ്പോൾ സമയം 1:04 ആയിട്ടുണ്ട്. 240 ബ്രേക്കൗട്ട്, അതിൽ നമ്മൾ 227, 235, 225 ആണ് നമ്മൾ ഓൾറെഡി മനസ്സിൽ കണ്ടത്. അതിനുശേഷമുള്ള ബ്രേക്കൗട്ടാണ് ഇപ്പോൾ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ ഒരു ഫൈനൽ ഡെസ്റ്റിനേഷൻ എന്ന് പറഞ്ഞാൽ 260 ആണ് ഇതിൻ്റെ ഫൈനൽ ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അത് നമ്മൾ 2 മൂവാണ് ഓൾറെഡി പ്രതീക്ഷിച്ചത്. അതിൽ സെക്കൻഡ് തിങ് 190 ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ 210, 245 ആണ് ആ ഒരു ആദ്യത്തെ സെക്ഷൻ ഉണ്ടായിരുന്നത്. സെക്കൻഡ് സെക്ഷൻ എന്ന് പറയുന്നത് ഇവിടെയാണ് 227. ആ സമയം 10:15 നമ്മൾ പോസ്റ്റ് ചെയ്തത്. അപ്പോൾ 227, 245, അതായത് ഈ ഒരു 225 എന്നുള്ള ഏരിയ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആദ്യം 245, സെക്കൻഡ് 285 ആണ് നമ്മൾ വെയിറ്റ് ചെയ്ത ഒരു എൻട്രി എന്ന് പറഞ്ഞാൽ. 22,900 225, 245 അവിടെയും ബ്രേക്ക് ചെയ്താൽ 285. അപ്പോൾ 25, 45 പിന്നെ 85 ആണ് നമ്മൾ പ്രതീക്ഷിക്കുന്നൊരു ഏരിയ. ഇപ്പോൾ RSI അവിടെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ കുറേ നേരം കൺസോൾട്ടേഷന് ശേഷം താഴത്തൊക്കെ 15 മിനിറ്റ്സ് പോയി ക്രോസ് ഓവറായിട്ട് തിരിച്ച് ഒരു ബ്രേക്കൗട്ടിലേക്ക് വരുമ്പോൾ അതുവരെ കൺസോൾട്ടേഷൻ ചെയ്യാനുള്ള ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ 259 ആണ് നിൽക്കുന്നത്. അപ്പോൾ ഒരു 245 ഒക്കെ പ്രതീക്ഷ വെച്ചിട്ട് ഇതിൻ്റെ ഒരു 279 വരെയൊക്കെ പോയില്ല എന്നുള്ള കാര്യങ്ങൾ നോക്കിയിട്ട് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. 200, 300 വരെയും ഓൾറെഡി ലൈൻ നിൽപ്പുണ്ട്. അപ്പോൾ അത് 260 ഒരു കൺസോൾട്ടേഷൻ സോണാണ്. 260, 270 എന്നുള്ളതൊരു കൺസോൾട്ടേഷൻ സോണാണ്. 279, 283, 300 ഒക്കെയാണ്. അപ്പോൾ ഇവിടെ ബ്രേക്കായത് 240. നമ്മൾ 225 തൊട്ടിട്ട് 245 ഓൾറെഡി നമ്മൾ മനസ്സിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ 240, അതായത് ഇവിടെ 240 എന്നുള്ളൊരു പ്രൈസും കൂടെ ബ്രേക്ക് ചെയ്തിട്ടാണ് മാർക്കറ്റ് ഇപ്പോൾ മൂവ് ചെയ്ത് നിൽക്കുന്നത്. അപ്പോൾ ഇവിടെ RSI ഓൾറെഡി കൺസോൾട്ടേഷൻ ബ്രേക്കൗട്ട് പൊസിഷനിലാണ് നിൽക്കുന്നത്. ഇത് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ 260, 275, 260 ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ 260 എന്ന് പറഞ്ഞൊരു എഴുത്ത് ഇവിടെ കാണാം. ആ 260 സ്ട്രോങ് ആയിട്ടുള്ള റെസിസ്റ്റൻ്റ് ആണ്. ആ 260യിലാണ് ഇപ്പോൾ മാർക്കറ്റ് സ്ട്രഗിൾ ചെയ്ത് നിൽക്കുന്നത് തന്നെ. അപ്പോൾ ഇവിടെ ഒരു സേഫ് സോണാണ്, ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഒരു സേഫ് സോണാണ്. മാർക്കറ്റ് 260 ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ട്രെൻഡ് കണ്ടിന്യൂ ചെയ്ത് മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ മാർക്കറ്റ് ഇനി പോകാൻ പോണത് 275 മാർക്കറ്റ് ഇനി മൂവ് ചെയ്യാൻ പോകുന്നത്.
275 ബ്രേക്ക് ചെയ്താൽ 290 300 ഭാഗത്തേക്കായിരിക്കും മാർക്കറ്റ് മൂവ് ചെയ്യണത്, നമ്മൾ സ്ട്രൈക്ക് വെച്ചിട്ടുള്ളത്. അപ്പോൾ 260 ഒരു സേഫ് സോണാണ്. അപ്പോൾ അത് കുറച്ചും കൂടെ നമുക്ക് അനലൈസ് ചെയ്ത് മുമ്പോട്ട് പോകണമെന്നുണ്ടെങ്കിൽ 5 മിനിറ്റിൽ RSI ഒരു പാത്തിലേക്ക് കയറിയിട്ടുണ്ട്. അതായത് ഇവിടുത്തെ ക്രോസ് ഓവറിൽ 228 230 ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഇപ്പോൾ നിൽക്കുന്ന ഒരു ടിപ്പർ ലെവലിലാണ്, 260 എന്ന് പറഞ്ഞൊരു ടിപ്പർ ലെവലാണ്. അപ്പോൾ അവിടെ നിന്നും കുറച്ച് താഴത്തോട്ട് വന്നു കഴിഞ്ഞാൽ എന്തായി, ഇവിടെ നിന്ന് 2 മിനിറ്റിൻ്റെ ക്രോസ് ഓവർ കയറി അനദർ ക്രോസ് ഓവർ ബ്രേക്ക് ചെയ്തിട്ടുള്ള ക്രോസ് ഓവറിലാണ് നിൽക്കുന്നത്. അപ്പോൾ അതായത് ഇത് റെഡിലേക്ക് കയറി കഴിഞ്ഞാൽ മാർക്കറ്റ് ഡൗണിലേക്കാണ്. അല്ലാന്നുണ്ടെങ്കിൽ 260 സേഫ് സോൺ ആണ്, അവിടെ ബ്രേക്ക് ചെയ്തതിന് ശേഷം മാത്രമായിരിക്കും മാർക്കറ്റ് 290 300ലേക്കൊക്കെ പോകുന്നത്. അപ്പോൾ അവിടെ വീണ്ടും നമ്മൾ 1 മിനിറ്റിലേക്ക് അനലൈസ് ചെയ്ത് വലിയ ടൈം ഫ്രെയിമിൽ നിന്ന് ചെറിയ ടൈം ഫ്രെയിമിലേക്ക് അനലൈസ് ചെയ്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ 1 മിനിറ്റിൽ മാർക്കറ്റ് ഒരു ഡൗൺ സൈഡിലേക്കാണ് നിൽക്കുന്നത്. അതുകൊണ്ടാണ് 260 നമുക്ക് സേഫ് സോൺ ആണെന്ന് മെൻഷൻ ചെയ്യുന്നതിൻ്റെ റീസൺ. അപ്പോൾ അത് എവിടെ താഴത്തോട്ട് വരണം, 254 ബ്രേക്ക് ചെയ്താൽ മാത്രമാണ് മാർക്കറ്റ് താഴത്തോട്ട് വരത്തുള്ളൂ. 262ലാണ് സസ്റ്റെയിൻ ചെയ്ത് നിൽക്കുന്നത്. ഇപ്പോൾ ഇത് വലിയ ഒരു പ്രിൻ്റ് ഔട്ട് നമുക്ക് എടുക്കൽ നടക്കുകയില്ല. 266 ലെവലിലാണ് നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ 15 മിനിറ്റ്സിൽ മാത്രമാണ് ഹയർ ടൈം ഫ്രെയിം. അപ്പോൾ എവിടെയാണ് കൺസോളേഷൻ സോൺ, 266 വരെ പോയിട്ടുണ്ട്. 260ക്ക് താഴെ ക്യാൻഡിൽ ക്ലോസ് ആയി കഴിഞ്ഞാൽ മാർക്കറ്റ് അഗെയിൻ ഡൗണിലേക്ക് മാർക്കറ്റ് വരും. അതല്ലാന്നുണ്ടെങ്കിൽ ഫൈനൽ ടാർഗറ്റ് 275 290 ഒക്കെ ആവാനായിട്ടുള്ള പോസിബിലിറ്റിയിലാണ് മാർക്കറ്റ് വെയിറ്റ് ചെയ്ത് നിൽക്കുന്നത്. അപ്പോൾ സേഫായിട്ടുള്ള 230 മുതൽ 260 വരെയുള്ള 30 പോയിൻറ്റ്സ് 225 to 266 വരെയുള്ള സേഫ് പോയിൻ്റാണ്. കാരണം കണക്കൂട്ടൽ ചാക്കോ മാഷിൻ്റെ ഭൂഗോളത്തിൻ്റെ ഓരോ സ്പന്ദനവും കണക്കിലാണെന്ന് പറയണതാണ്. എല്ലാ കാര്യത്തിനും കണക്കാണ്. നമ്മൾ ഏത് വിഷയം എടുത്തു കഴിഞ്ഞാലും അതിൽ കണക്കാണ്. ഇപ്പോൾ ഗ്യാംബ്ലിംഗ് ആണെന്ന് പറഞ്ഞാലും എന്തൊക്കെ പറഞ്ഞാലും എല്ലാത്തിനും അടിസ്ഥാനപരമായിട്ടൊരു കണക്കുണ്ട്. കണക്കില്ലാതെ ഒന്നുമില്ല എന്ന് പറയുന്നത് വെറുതെ അല്ല. അപ്പോൾ നമ്മൾ കണക്ക് കുറച്ച് കറക്റ്റായിട്ട് പഠിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ നമുക്ക് എത്ര നേരം വെയിറ്റ് ചെയ്തിട്ടാണ് നമുക്ക് അടുത്തൊരു ഓപ്ഷൻ കിട്ടുമെന്ന് നമുക്ക് നോക്കണം. അത് ഫ്യൂച്ചറിലും കൂടെ നമുക്ക് അനലൈസ് ചെയ്യാം. നമ്മൾ ഈ ഒരു 1 2 3 ക്യാൻഡിൽ അതിൻ്റെ താഴത്തോട്ട് ബ്രേക്ക് ചെയ്താൽ മാത്രമാണ് മാർക്കറ്റ് എന്ത് വരത്തുള്ളൂ, താഴത്തോട്ട് ഡൗൺ ആവും നമ്മൾ പറഞ്ഞിട്ടുണ്ടായി. അപ്പോൾ ആ സമയത്ത് ഈ ഒരു ബോക്സ് ഒരു കൺസോൾട്ടേഷൻ ബോക്സാണ്. ആ ബോക്സിന് പുറത്തേക്ക് പോയാൽ മാത്രമാണ് മാർക്കറ്റ് ഒരു സ്ട്രെങ്തനിങ് മൂവ് ഉണ്ടാവുള്ളൂ എന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞു. അപ്പോൾ അതുപോലെ തന്നെ ഈ RSI താഴത്തോട്ട് വരുന്ന രീതിയിൽ 2 കാര്യങ്ങൾ സംഭവിക്കാമെന്ന് പറഞ്ഞു. ഒന്ന്, റെഡ് ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് താഴത്തോട്ട് വന്നാൽ 22,824ലേക്ക്, അല്ലെങ്കിൽ RSI ഇവിടെ വരുന്നത് വരെ 3 റെഡ് ക്യാൻഡിൽ 3 ഗ്രീൻ ക്യാൻഡിൽ, അങ്ങനെ ഈ കൺസോളേഷൻ സോണിൽ കൺസോളേഷൻ ചെയ്തിട്ടായിരിക്കും മാർക്കറ്റിലൊരു ബ്രേക്ക് ഉണ്ടാവണമെന്ന് നമ്മൾ പറഞ്ഞത്. അപ്പോൾ എനിവേ വീണ്ടും ഒരു മടക്ക് ഇങ്ങനെ കാണിക്കുന്നുണ്ട്. എനിവേ നമ്മൾ കൂടുതലൊന്നും പറഞ്ഞ് വളച്ചൊടിക്കുന്നില്ല. അപ്പോൾ 260 ഒരു റീസൺ സോൺ ആയതുകൊണ്ട് നമുക്ക് അവിടെ എന്ത് ചെയ്യാം, വീണ്ടും അവിടെ നിന്ന് താഴത്തോട്ട് നല്ല രീതിയിൽ പോകുന്നുണ്ട് 2292ലേക്ക്. നോക്കിയേ, 260 ഒരു സേഫ് സോൺ ആണെന്ന് നമ്മൾ പറഞ്ഞു. അവിടെ നിന്ന് എന്ത് സ്പീഡിലാണ് മാർക്കറ്റ് താഴത്തോട്ട് പോകുന്നതെന്ന് നോക്കി. അപ്പോൾ എനിവേ ഇപ്പം തന്നെ എത്ര മണിക്കൂറായി, ഈ ഒരു ബ്രേക്കൗട്ടിന് വേണ്ടിയിട്ടാണ് വെയിറ്റ് ചെയ്തത്. 44-45 മിനിറ്റായി. അപ്പോൾ കൂടുതൽ പ്രത്യേകിച്ചൊന്നും പറയാനില്ല. അപ്പോൾ കൂടുതൽ അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ഒക്കെ താല്പര്യമുള്ളവർക്ക് ഡയറക്റ്റ്ലി കോണ്ടാക്ട് ചെയ്യാം. നല്ല രീതിയിൽ മാർക്കറ്റ് ഡൗൺ ആവുന്ന. അപ്പോൾ PL ഇൻ ദ മണിയിലൊരു സ്ട്രൈക്ക് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു സഡൻ 2 മിനിറ്റിൽ RSI അപ്പർ സൈഡിലേക്കാണ്. 200 ബ്രേക്ക് ചെയ്താൽ മാത്രമാണ് മാർക്കറ്റ് മുകളിലേക്ക് പോകത്തുള്ളൂ. 5 മിനിറ്റിലാണെങ്കിലും ഈ ഒരു സ്ട്രൈക്ക് ഒരു പിൻബാറാണ് വന്നിരിക്കുന്നത്, ഒരു മടക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് 195 ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ
217 ഭാഗത്തേക്കായിരിക്കും മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ്. ഒരു മടക്കാണ് ഓൾറെഡി വന്നിരിക്കുന്നത്. അപ്പോൾ അത് അതിൻ്റേതായ രീതിക്ക് പോട്ടെ. നമ്മൾ നമ്മളുടേതായ രീതിക്കും നമ്മളുടേതായിട്ടുള്ള ചെറിയ വ്യൂ പ്രകാരമുള്ള കൃത്യമായിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഇതിനകത്ത് അടിസ്ഥാനപരമായിട്ടുള്ളൊരു കാര്യം. നമ്മൾ വെയിറ്റ് ചെയ്ത് എൻട്രി എടുക്കുക. കറക്റ്റ് 45 മിനിറ്റ്. ഇതിൽ കൂടുതലായി കഴിഞ്ഞാൽ ആൾക്കാർ വീഡിയോ കാണത്തില്ല. ഇനി 2:45 എന്തെങ്കിലും ഒരു ഹോപ്പ് ഉണ്ടെങ്കിൽ നമുക്കത് റെക്കോർഡ് ചെയ്തിട്ട് പോസ്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കാം. ഞാൻ 2:45 2:45 to 3:30 വരെ ബാങ്ക് നിഫ്റ്റിയുടെ ആവറേജിങ്ങിൻ്റെ വീഡിയോ ഇടാനായിട്ട് ശ്രമിക്കാം, ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ എടുത്തിട്ട്. അപ്പോൾ എനിവേ എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു ഡേ ആശംസിക്കുന്നു. അപ്പോൾ ഈ ബ്രേക്കൗട്ടാണ് നമ്മൾ സിയിൽ പ്രോഫിറ്റബിൾ ആക്കി എടുത്തത്. എനിവേ എല്ലാവർക്കും ഒരിക്കൽ കൂടി ആശംസകൾ നേരുന്നു. ഓൾ ദി ബെസ്റ്റ്.